بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الله ربي عليه توكلت نعم المولى ونعم النصير. അള്ളാഹുവിൻ്റെ വിധികൾ പാലിച്ചും വിലക്കുകളോട് അകലം പാലിച്ചും വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം സ്വീകരിച്ചും മുത്തഖീങ്ങളായി ജീവിക്കുവാൻ സത്യവിശ്വാസികളായ എൻ്റെ സഹോദരന്മാരോടും എന്നോടും ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാന്റെ വിശുദ്ധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പാപരഹിതരായി ചെന്നു ചേരാനും പാപികളായ നാമേവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, വിശുദ്ധ റമദാനെ ഉപയോഗപ്പെടുത്തുന്ന ഈ മാസം നമുക്കെതിരെ സാക്ഷി നിൽക്കാത്ത, അശ്രദ്ധ കൊണ്ടും അലംഭാവം കൊണ്ടും പാപങ്ങൾ കൊണ്ടും ഈ വിശുദ്ധ മാസത്തിൻ്റെ ചൈതന്യത്തെ തകർക്കാത്ത, സർവോപരി നോമ്പിൻ്റെ ലക്ഷ്യമായ തഖ്വ നേടിയെടുക്കുന്ന വിശുദ്ധരായ വ്യക്തിത്വങ്ങളിൽ വിനീതരായ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിവേഗം വിശുദ്ധ റമദാൻ നമ്മളോട് കടന്നു പോകുമ്പോൾ വിട പറയുവാൻ തിടുക്കം കൂട്ടുന്നത് പോലെ റമദാൻ അതിൻ്റെ അവസാന പത്തിലെത്തുമ്പോൾ ഇത് ജീവിതത്തിൻ്റെ അവസാന സന്ദർഭമായി മനസ്സിലാക്കുവാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. അള്ളാഹു അത്തരത്തിലുള്ള ശരിയായ ചിന്താഗതിയുമായി ജീവിക്കുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, ഇഹലോകവാസം വെടിഞ്ഞുപോയ ഇണകൾ, തുണകൾ, വിട പറഞ്ഞ കൂടപ്പുറപ്പുകൾ, കൂട്ടുകാർ, കുടുംബക്കാർ, അവർക്കൊക്കെയും അവരുടെ മരണാനന്തര ജീവിതം മഗ്ഫിറത്തും മർഹമത്തും നൽകി റബ്ബ് മനോഹരമാക്കി മാറ്റുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, ഇന്നത്തോടുകൂടി വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 2 പത്തുകൾ അവസാനിക്കുകയാണ്, പൂർത്തിയാവുകയാണ്. അതിൻ്റെ നന്മകൾ വാരിയെടുക്കാൻ പുണ്യങ്ങളിൽ നിരതരായവർ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്, അല്ലാത്തവർ നിർഭാഗ്യവാന്മാരുമാണ്. ഇനിയുള്ള 10 ദിവസങ്ങൾ അതീവ ശ്രേഷ്ഠമാണ് എന്നും പുണ്യങ്ങളുടെ കലവറയാണ് എന്നുമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശർ അഹ്യൽ ലൈല വ ഐകല അഹ്ലഹു വജദ്ദ വശദ്ദൽ മുഅസ്സർ. അല്ലാഹുവിൻ്റെ റസൂൽ അവസാനത്തെ 10 ആകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ ജീവിപ്പിക്കും, കുടുംബത്തെ കൂടെ കൂട്ടും, കുടുംബത്തെയും രാത്രിയിൽ സജീവമാക്കും എന്ന് മാത്രമല്ല, പ്രവാചകൻ അരമുറുക്കുകയും കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുമെന്നാണ് പ്രിയപത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അനുഭവം പങ്കുവെക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇഅ്തികാഫിന് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ അവസാനത്തെ 10 എത്തുമ്പോൾ ദാനധർമ്മങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ല, ഒരുപാട് മുന്നോട്ട് പോവുകയാണ്.
പ്രവാചകനെന്നും നമുക്ക് കാണുവാൻ കഴിയും. അജ്വദു ബിൽ ഖൈരി മിൻ റീഹിൽ മുർസല. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ പ്രവാചകൻ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്നും ആ പ്രവാചകനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എൻ്റെ സത്യവിശ്വാസികളായ സഹോദരന്മാരോടും സഹോദരിമാരോടും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മളും അരമുറുക്കുക, അധ്വാനിക്കുക, പരലോകത്തേക്ക്, നാളെയുള്ള പാരത്രിക ലോകത്തേക്ക് നന്മകൾ എക്സ്പോർട്ട് ചെയ്യുക, കയറ്റി അയക്കുക. വമാ തുഖദ്ദിമൂ മിൻ ഖൈരിൻ ലിഅൻഫുസികും തജിദൂഹു ഇൻദല്ലാഹ്. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിലേക്ക് നേരത്തെ അയക്കുന്ന പുണ്യങ്ങൾ തജിദൂഹു ഇൻദല്ലാഹ്, നാളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ കാണാം. ഹുവ ഖൈറുൻ വ അഅ്ളമു അജ്റാ. അതാണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് ഏറ്റവും മഹത്തരം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാളുടെ ജീവിത വിജയം നിശ്ചയിക്കാൻ, ജീവിത വിജയം തീരുമാനിക്കുന്നത് ഇഹലോകത്ത് വിട്ടേച്ചു പോകുന്ന സമ്പത്തിനെ നോക്കിയിട്ടല്ല, മറിച്ച് നേരത്തെ ഇതുപോലെ കയറ്റി അയച്ച സുഹൃതങ്ങളെ നോക്കിയിട്ടാണ് എന്ന് നമ്മൾ അറിയണം. ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അങ്ങനെ സുഹൃതങ്ങളാൽ അവരുടെ തുലാസ് കനം തൂങ്ങിയവരാരോ അവരാണ് യഥാർത്ഥത്തിൽ ഈശത്തൻ റാദിയ, സംതൃപ്തമായ സന്തോഷപരമായ ജീവിതം അവിടെ നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരോട്ട മത്സരത്തോടാണ് ഉപമിക്കുന്നതെങ്കിൽ നരകവും പിന്നിട്ട് സ്വർഗത്തിന്റെ കവാടം വരെ സ്വർഗം വരെ ഓടിയെത്തുന്നവനാണ്. ഒമൻ സുഹ്സിയ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകന്നുപോയി സ്വർഗത്തിൽ പ്രവേശിച്ചത് അവനാണ് വിജയിച്ചത് എന്നാണ് ഖുർആന്റെ ഭാഷ്യം. വിജയത്തിന്റെ മാനദണ്ഡം അതാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒരു ദിവസം കടന്നു വരാനിരിക്കുന്ന അതിഥി, മരണമാകുന്ന അതിഥി, നാം എല്ലാ ആനന്ദങ്ങളെയും മുറിച്ചു കളഞ്ഞ് നമ്മയും കൂട്ടി മടങ്ങിപ്പോകുന്ന അതിഥി, നമ്മുടെ നന്മകളിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അറ്റാച്ച് ചെയ്യാനോ സമ്മതിക്കാതെ അവസരം തരാതെ നമ്മളെ കൊണ്ടുപോകുന്ന ആ അതിഥി അന്നെല്ലാം നിശ്ചലമാകും. മഹാകവി അല്ലാമ ഇക്ബാൽ പാടിയതുപോലെ, ജിന്ദഗി ഇൻസാൻ കി ഹെ മാനിന്ദ് മുർഗെ ഖുശ് തു ശാഖ് പർ ബൈഠാ കൊയ്ദം ചഹ് ചഹായ ഉഡ് ഗയാ. ഒരു വൃക്ഷത്തിന്റെ മുകളിലിരുന്ന് അല്പനേരം പാട്ടുപാടുന്ന പക്ഷിയെ പോലെ കുറച്ചു നേരം ശബ്ദമുണ്ടാക്കിയ ശേഷം ആ പക്ഷി പറന്നു പോകുമ്പോ മരം നിശ്ചലമാകുന്ന പോലെ നിന്റെ റൂഹ് പിരിഞ്ഞാലെല്ലാം അസ്തമിക്കുന്ന അത്രയും ഒന്നേ നിനക്കുള്ളൂ എന്ന് നമ്മൾ ഓർത്തുകൊണ്ട്, പ്രിയമുള്ള സഹോദരങ്ങളെ, സമയത്ത് ഉപയോഗപ്പെടുത്തണം. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമുക്കിപ്പോഴും പടച്ച തമ്പുരാനോട് എത്ര നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ പ്രയാസങ്ങളില്ല. പാതിരാത്രിയോളം പടച്ച തമ്പുരാന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കാൻ തടസ്സമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും പറഞ്ഞും കരഞ്ഞും മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ തടസ്സങ്ങളില്ല. പക്ഷെ ഇതല്ല ലോകത്തെ വലിയൊരു ശതമാനം വിശ്വാസികളുടെ അവസ്ഥ എന്ന് നമ്മൾ ഓർക്കണം. ഗസായിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. തലക്കുമകളിൽ എപ്പോഴും വന്നു പതിക്കാവുന്ന മാരകമായ ബോംബിങ്ങിന് സാധ്യതയുള്ള ഇടങ്ങളിൽ കുടുങ്ങിയ മനുഷ്യർക്ക് ഈ സ്വസ്ഥതയിൽ സാധ്യമാവുകയില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ഉമ്മമാർ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അത് അടുക്കി വെക്കുന്ന തിരക്കിലാണെങ്കിൽ ചിതറിത്തെറിച്ച മക്കളുടെ ശരീരഭാഗങ്ങൾ പെറുക്കിക്കൂട്ടുന്ന തിരക്കിലാണ് ഗസയിലെ ഉമ്മമാരെന്ന് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഉമ്മയുടെ വിലാപം കണ്ടതാണ്. ഭർത്താവും കുട്ടികളും നഷ്ടപ്പെട്ടു പോയ, രക്തസാക്ഷികളായി പോയ ആ മാതാവിന്റെ നൊമ്പരം നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, രക്തസാക്ഷികളായി പോയ മക്കൾ, നോമ്പുകാരായി രക്തസാക്ഷികളായ മക്കൾ, ആ ഉമ്മ വിലപിക്കുന്നത്, എന്റെ മക്കൾക്ക് അത്താഴം കൊടുത്തിട്ട് ഒരു നോമ്പ് തുടങ്ങാൻ പോലും ഒന്നും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്
വിതുമ്പുന്ന മാതാവിനെ നമുക്ക് കാണാൻ കഴിയും. അവരും റമദാനിന്റെ മുമ്പിലാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്താഴം കഴിച്ചിട്ട് അതിൽ അമിതമായ ഭക്ഷണം കഴിച്ചിട്ട് ആരാധനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന നമ്മൾ ഒരിക്കലും ഈ പോറ്റിയ വയറുമായി ലോകത്ത് ഒരു വൻശക്തിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന, തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന, ബൈത്തുൽ മുഖദ്ദസിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ കുറിച്ച് പറയാൻ പിന്നീട് നമുക്കൊരു അർഹതയും ഉണ്ടാവുകയില്ല എന്നുകൂടി എൻ്റെ സഹോദരങ്ങൾ അറിയണം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശുദ്ധ ബദർ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ശത്രു എത്ര ശക്തനാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് ഒരു സംഘം പരിശ്രമിക്കാൻ സന്നദ്ധമാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അവരെ തേടിയെത്തുമെന്ന വലിയ പാഠമാണ് ബദർ നമുക്ക് നൽകിയത്. ഇന്നത്തെ കാലത്തും അതുകൊണ്ട് തന്നെ പ്രസക്തമാണ്. പ്രവാചകനെ പരിഹസിക്കുന്നവരും പ്രവാചകനെ എഴുത്തി കാണിക്കുന്നവരും പ്രവാചകനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരും ഒരു വശത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭം, ഇസ്ലാമിക സമൂഹത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവും തകർക്കാൻ അതിക്രൂരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഇസ്ലാം പേടി മനുഷ്യർക്കിടയിൽ പരത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന, മനുഷ്യരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന പ്രസംഗികളും സംഘികളും ഉൾപ്പെടെയുള്ളവർ വേറൊരു വശത്ത്. അത്തരമൊരു പശ്ചാത്തലത്തിലും പ്രതീക്ഷ കൈവിടാതെ സമാധാനത്തിന്റെ വഴികളിലൂടെ മുന്നോട്ടു പോകാനുള്ള പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ബദർ വിശ്വാസികൾക്ക് പകർന്നു തരുന്നത് എന്ന് നമ്മൾ അറിയണം. പക്ഷെ ആ കൂട്ടത്തിലും ചില കാഴ്ചകൾ അനുസ്മരിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ നമുക്കറിയാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബദറിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട 10,000-കണക്കിന് മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി സമൂഹത്തിന്റെ ഐക്യത്തിനും കെട്ടുറപ്പിനും വേണ്ടി അധ്വാനിക്കേണ്ടവർ ഒരു വശത്ത് അനൈക്യത്തിനു വേണ്ടി മാത്രം നിലയുറപ്പിക്കുകയും പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ ഈ സമുദായത്തിലേക്ക് കെട്ടിയിറക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണാതെ കടന്നു പോകാൻ കഴിയില്ല. ആടുവരവ് എന്ന പേരിൽ തങ്ങളുടെ വരുമാനത്തിലേക്ക് ഒരു ആഡ് ചെയ്യാൻ വേണ്ടി പുതിയ പദ്ധതികളുമായിട്ട് രംഗത്തിറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ബദരീങ്ങൾ നൽകുന്ന പാഠം, അവരുടെ നാടും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്വജിച്ച പാഠമാണ് ബദർ നൽകുന്നതെങ്കിൽ ആ ബദരീങ്ങളെ ഉപയോഗപ്പെടുത്തി വരവുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ മറുവശത്ത് നമ്മൾ അറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ബദരീങ്ങൾ ചരിത്രം രചിക്കുകയായിരുന്നുവെങ്കിൽ, ത്തോളം ബദർ ചരിത്രം രചിക്കാനുള്ളതാണെങ്കിൽ ഇന്ന് ബദർ പലർക്കും രുചിക്കാനുള്ളതാണ് എന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികളും ബദറിന്റെ തലേ രാത്രി, നമ്മൾ ബദർ രാവ് എന്ന് പറയുന്ന രാത്രി മുഴുവൻ പ്രാർത്ഥനകളിൽ നിരതരായിരുന്നുവെന്ന് ബദറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ആ പ്രവാചകനെ അനുകരിക്കുന്നവർ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മറുവശത്ത് നിലയുറച്ച അബൂജഹലോ ഒട്ടകങ്ങൾ അറുത്തു തോലുകൾ വലിച്ചെറിഞ്ഞും ആഘോഷ മാമാങ്കങ്ങൾ നടത്തിയുമാണ് ബദറിനെ എതിരേറ്റതെങ്കിൽ നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ പലതും അബൂജഹലിനോടാണ്, അതിന്റെ പ്രവർത്തനങ്ങളോടാണ് നമുക്ക് സാമ്യമാകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നിട്ടും യഥാർത്ഥത്തിൽ ഈ ആളുകളാണ് യഥാർത്ഥ പ്രവാചക സ്നേഹത്തിന്റെ മൊത്തം കുത്തക ഏറ്റെടുത്തതുപോലെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. മറുവശത്ത് നമുക്കറിയാം, നാട് ഈ ഇന്ത്യ ഒട്ടുക്കും സാധ്യമാകുന്നിടത്തൊക്കെയും അതുപോലുള്ള സമൂഹ നോമ്പുതുറകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സാഹോദര്യത്തെയും പ്രവാചകന്റെ സന്ദേശത്തെയും സാധ്യമാകുന്നിടത്തോളം വിളമ്പുന്ന ഇത്തരം സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്നവർ നമ്മൾ നടത്തി. തൊട്ടടുത്തുള്ള ഗോൾഡൻ മാർക്കറ്റിലെ സഹോദരങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി വന്നു. ഹൃദയം നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഞാൻ പറയുന്നത്. മനുഷ്യർ തമ്മിൽ അടുക്കുവാൻ, തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ, പക്ഷേ അവരെ എല്ലാ കളങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവരാണോ യഥാർത്ഥത്തിൽ ബദറിനെ പ്രതിദാനം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുവാൻ ഈ സന്ദർഭം നമുക്ക് ഉപയോഗപ്പെടണമെന്ന് മാത്രമാണ്. കൂട്ടത്തിൽ നമുക്കറിയാം, 195 വർഷം ബഹിരാകാശത്ത് താമസിച്ച ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ശാസ്ത്രജ്ഞ സുനിത വില്യംസ്
അവരെ ഭൂമിയിലെത്തിയത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ആ സുനിത വില്യംസിന്റെ യാത്രയിൽ വന്നു കഴിഞ്ഞപ്പോൾ വലിയ വാർത്തയായ കൂട്ടത്തിൽ ആരോ ഒരു വാർത്ത പടച്ചുണ്ടാക്കി. അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പത്രേ, ഞാൻ ഇനി മുതൽ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ ശാസ്ത്രീയ തത്വങ്ങളെക്കുറിച്ചും പഠിക്കാൻ പോവുകയാണ്. എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ആരോ പടച്ചുവിട്ട ഒരു ഫേക്ക് വാർത്തയാണ്. കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. ഇതെല്ലാം വലിയ സംഭവമായി പ്രചരിപ്പിച്ചു പലരും. ഞാൻ ഓർത്തു പോകുന്നത് കുറെ മുമ്പ് തമിഴ്നാട്ടിൽ രാമർ പെട്രോൾ എന്ന പേരിൽ ഒരാള് പച്ചില കൊണ്ട് പെട്രോൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയുണ്ടായി. ഈ സമയത്ത് ഉടനെ തന്നെ ഒരു ആളത്തിന് മൗലവി എത്തി. അദ്ദേഹം അതിന് വത്തുവ കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ ഇത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. പച്ചക്കൊമ്പിൽ നിന്ന് തീയുണ്ടാക്കുന്നവനാണ് ഞങ്ങളുടെ റബ്ബ് പടച്ചവൻ എന്ന് ഖുർആനിൽ നേരത്തെ ഉള്ളതാണ് എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് രാമർ പെട്രോൾ പൊട്ടി, അതോടുകൂടി ഇദ്ദേഹവും പെട്ടിയും പൂട്ടി മുങ്ങി. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ വെളിച്ചവുമായി സമൂഹത്തിന്റെ മുമ്പിൽ നടന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു ചരിത്രത്തിൽ നിന്ന് മറ്റുള്ള സമൂഹങ്ങളുടെ പിന്നാലെ വിശുദ്ധ ഖുർആന്റെ തെളിവും പറഞ്ഞ് ചെല്ലേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തി എന്നതാണ് അതിൽ ഒരു സ്ഥലത്ത് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്, വിശുദ്ധ ഖുർആൻ ഇത്തരം വിഷയങ്ങളിൽ എടുത്ത ശക്തമായൊരു സമീപനമുണ്ട്. വാർത്തകൾ വരുമ്പോ നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അനുസരിക്കണം. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വിശ്വാസികളെ ഏതെങ്കിലും ഒരു വാർത്ത വരുമ്പോഴേക്ക് നിങ്ങളതനുസരിച്ച് പെട്ടെന്ന് ചാടി വീഴരുത്. പ്രത്യേകിച്ചും ഇത്രയേറെ വിമർശകരും ട്രോളന്മാരും പരിഹാസകരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം പോലും ഉഖ്ബത്ത് ബിൻ വലീദ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നികുതി പിരിക്കാൻ വേണ്ടി ഒരു ഗോത്രത്തിലേക്ക്, പുതിയതായി ഇസ്ലാം സ്വീകരിച്ച ഒരു ഗോത്രത്തിലേക്ക് നിയോഗിച്ചു. അദ്ദേഹം കുറച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, എൻ്റെ കുറേ ശത്രുക്കൾ അവിടെയുണ്ട്, ഞാൻ അവിടെ ചെന്നാൽ അവരെന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പോയില്ല എന്ന് മാത്രമല്ല, തിരിച്ചു വന്ന് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, അവര് സക്കാത്ത് തരുന്നില്ല. കൂട്ടത്തിൽ ഓർക്കേണ്ടതാണ്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യക്തികൾ അടുത്ത അയൽവാസിക്ക് അവൻ്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യുന്നതായിരുന്നു ഇസ്ലാമിൻ്റെ സക്കാത്ത് സംവിധാനമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കൂട്ടത്തിൽ പറഞ്ഞതാണ്. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ സക്കാത്ത് ഫണ്ടിലേക്ക് അല്ലെങ്കിൽ സക്കാത്ത് സംവിധാനത്തിലേക്ക് സക്കാത്ത് തരാൻ അവർ സന്നദ്ധരല്ല. അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു, അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു അപരാധം കൂടി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ കോപിഷ്ഠനാവുകയും അവരെ നേരിടാൻ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ സൈന്യത്തെ സജ്ജീകരിക്കുകയും ചെയ്തു. തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതാണ്. പക്ഷേ മദീനയുടെ അതിർത്തി എത്തുമ്പോഴേക്ക് ഈ ഗോത്രത്തിന്റെ പ്രമുഖൻ അദ്ദേഹം വിവരമറിയുകയും പ്രവാചകൻ സമീപത്തെത്തുകയും എന്നിട്ട് തെറ്റിദ്ധാരണകൾ നീക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഈ ആയത്ത് അവതരിക്കുന്നത് പോലും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ പോലും സോഷ്യൽ മീഡിയയിൽ പോലും ഒരു സംസ്കാരം നമ്മുടേതായിട്ടുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉറപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ, ഈ വിശുദ്ധ റമദാന്റെ അവസാനത്തെ പത്തിലാണ് പുണ്യങ്ങളെല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് എന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും അശ്രദ്ധരാകുന്ന സമയവും ഈ അവസാനത്തെ പത്തിലാണ് എന്നതാണ് പലപ്പോഴും ഒരു യാഥാർത്ഥ്യമെന്ന് നമ്മൾ അറിയണം. ഇത് 1000 മാസങ്ങളെക്കാൾ വിശുദ്ധമായ, 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ലൈലത്തുൽ ഖദർ പരതേണ്ട ദിവസങ്ങളാണിവ. പക്ഷേ പുതുവസ്ത്രങ്ങൾ പരതുന്നതിനിടയിൽ പലപ്പോഴും ലൈലത്തുൽ ഖദർ ഓർമ്മയിൽ പോലും വരാറില്ല. അതുപോലെ തന്നെ ഏറ്റവും തിരക്കുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10ലേറെയും ഇഅ്തികാഫിൽ, അവസാനത്തെ 10 മുഴുവനും ഇഅ്തികാഫിലായിരുന്നുവെങ്കിൽ ഒരു തിരക്കുമില്ലാത്ത ആളുകളായ നമുക്ക് പോലും യഥാർത്ഥത്തിൽ ഇഅ്തികാഫിൽ എത്ര ചെലവഴിക്കാനാവുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്ക് തഫ്സീറുകളെക്കാൾ ഇഷ്ടം റീലുകളാണ്. ഇഅ്തികാഫിൽ കഴിയുന്നതിനേക്കാൾ ഇഷ്ടം ഇൻസ്റ്റഗ്രാമിൽ കഴിയാനാണ്. നമുക്ക് വാട്സാപ്പിന്റെ ആപ്പിലാണ് നമ്മൾ.
ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തിനിടയിൽ നമ്മൾ ഓർക്കേണ്ടത്, ജീവിത സമയവും വിശുദ്ധ റമദാന്റെ സമയവും നമ്മിൽ നിന്ന് തീർന്നു പോവുകയാണ്. ഒരു വേള ജീവിതത്തിലെ അവസാനത്തെ സന്ദർഭമാണിത് എന്ന വാക്കിന് കുറച്ചുകൂടി ഗൗരവത്തിൽ ചിന്തിക്കാൻ നമ്മളൊക്കെയും സന്നദ്ധരാവുക. വിശുദ്ധ റമദാന്റെ ഇനിയുള്ള നാളുകൾ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.